ഹായ്, ഇതിപ്പോൾ ഒരു CNG ആഫ്റ്റർ ഫിറ്റ്മെൻറ്റ് വീഡിയോ ആണ്. അതായത് CNG ഫിറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെ വണ്ടിയൊക്കെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് ജസ്റ്റ് ഒരു ബേസിക് ട്യൂട്ടോറിയൽ. അപ്പം ആദ്യമേ നമ്മുടെ CNG ഫിറ്റ് ചെയ്തതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതാണ് CNGയുടെ സ്വിച്ച് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ നടുക്കൊരു ബട്ടണും മേളിലൊരു ലൈറ്റും താഴെ കുറേ ഇൻഡിക്കേഷൻ ലൈറ്റും കാണിക്കുന്നുണ്ട്. അപ്പം മേളിലത്തേന്ന് പറഞ്ഞാൽ ഏത് തരത്തിലെ ഫ്യുവലാണ് വണ്ടിയിൽ പോകുന്നതെന്ന് കാണിക്കും. താഴത്തേന്ന് പറഞ്ഞാൽ എത്രമാത്രം CNG ഉണ്ടെന്നും കാണിക്കും. അതായത് പെട്രോൾ ആണെങ്കിൽ മേളിലത്തെ ഈ ലൈറ്റ് ചുമപ്പും, CNG ആണെങ്കിൽ ഈ മേളിലത്തെ ഈ ലൈറ്റ് പച്ചയും കാണിക്കും. താഴത്തെ ലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ എത്രമാത്രം CNG ഉണ്ടെന്നുള്ളത് പച്ച ലൈറ്റുകളിൽ ഇങ്ങനെ കാണിക്കും. നടുക്കത്തെ സ്വിച്ച് എന്ന് പറഞ്ഞാൽ പെട്രോളിൽ നിന്ന് CNGയിലോട്ടും CNGയിൽ നിന്ന് പെട്രോളിലോട്ടും മാനുവലി നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കണ്ടോ? ഇപ്പോൾ നിങ്ങൾ കാണുമ്പം റെഡ് കളർ ലൈറ്റാണ് കിടക്കുന്നത്. ഇതിൻ്റെ അർത്ഥം ഇപ്പോൾ വണ്ടി പെട്രോളിലാണ്. ഓരോ സ്റ്റാർട്ടിങ്ങും നമ്മൾ പെട്രോളിലായിരിക്കും നടക്കുക. പിന്നെ അത്യാവശ്യം നമ്മൾ കാല് കൊടുത്ത് റേസ് ചെയ്തതിന് ശേഷം വണ്ടി അത്യാവശ്യം RPMഉം ഇത്ര ടെമ്പറേച്ചറും ഇത്ര സമയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ഗ്രീനിലോട്ട് മാറുന്നത്. ഇതുപോലെ ഇപ്പം അത്യാവശ്യം വണ്ടി ചൂടായ സ്ഥിതിക്ക് പച്ചയിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് ഇപ്പം വണ്ടി CNGയിലാണ്. 2 കട്ട കാണിക്കുന്നുണ്ട്. ശരിക്കും 4 കട്ടകളാണുള്ളത്. അതിൽ ആദ്യത്തെ 2 തീർന്നു പോയി. ഇനിയും ഈ 2 ബാക്കി. നിങ്ങളിപ്പോൾ ഫുൾ ടാങ്ക് CNG ഫില്ല് ചെയ്യുവാണെങ്കിൽ 4 ഇതുപോലെ കത്തിയിരിക്കും. എന്നിട്ട് നിങ്ങൾ ദൂരം പോകും തോറും ഓരോരോ കട്ടകളായി മങ്ങിപ്പോകും. ഇപ്പം ആദ്യത്തെ 2 കട്ടകൾ പോയി. ഇനി ഇതാണ്. കുറേ കൂടെ ദൂരം പോയി കഴിയുമ്പം ഈ ഒരു കട്ടയും പോകും. അതിനുശേഷം ഇതും. എല്ലാ കട്ടകളും പോയതിനു ശേഷം, അതായത് എല്ലാ ലൈറ്റും പോയതിനു ശേഷം മേളത്തെ ഈ പച്ച കളറ് റെഡ് ആവും. എന്നിട്ട് ബീപ്പ് ബീപ്പ് എന്നൊരു സൗണ്ട് കാണും. അതായത് ബീപ്പ് സൗണ്ട് നമ്മൾ കേൾക്കുന്നതിൻ്റെ അർത്ഥം വണ്ടി CNGയിൽ നിന്ന് പെട്രോളിലോട്ട് മാറിക്കഴിഞ്ഞു. ഇതൊരു ഓട്ടോമാറ്റിക് സ്വിച്ച് ആയതുകൊണ്ട് നമുക്കപ്പം വറി ചെയ്യേണ്ട ആവശ്യമില്ല. CNG തീർന്നാലും ഓട്ടോമാറ്റിക്കലി അത് പെട്രോളിലോട്ട് കൺവേർട്ട് ചെയ്തോളും. അതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നിങ്ങൾക്കപ്പോൾ ഇതിനിടയ്ക്ക് മാനുവലി പെട്രോളിലോട്ട് സ്വിച്ച് ഓവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്വിച്ചിലോട്ട് ഞെക്കിയാൽ മതി. ഈ സ്വിച്ചിൻ്റെ നടുക്കത്തെ ബട്ടണിലോട്ട് ഞെക്കിയാൽ മതി. ഞാൻ കാണിച്ചു തരാം. കണ്ടോ? റെഡ് കളർ ഇപ്പോൾ കാണുന്നുണ്ട്. അതായത് മാനുവലി നമ്മളിപ്പം CNG ഇത് പെട്രോളിലോട്ട് ചേഞ്ച് ഓവർ ചെയ്തിട്ടുണ്ട്. വീണ്ടും അതേപോലെ തന്നെ ഞെക്കിയാൽ നമ്മൾ പഴയപടി CNGയിലോട്ട് കൺവേർട്ട് ആവും. അപ്പം ഇതുപോലെ റെഡായിട്ടുണ്ട്. നമ്മൾ ഇച്ചിരി ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ തന്നെ ഗ്രീനായി. അതായത് ഓരോ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റാർട്ടിങ്ങും പെട്രോളിലാണ്. അതിനുശേഷമാണ് CNGയിലോട്ട് മാറുന്നത്. ആദ്യമേ CNGയിലല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം പെട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം പെട്രോൾ കൺസ്യൂം ചെയ്ത് അത്യാവശ്യം RPMഉം ഇത്ര സമയവും ഇത്ര ടെമ്പറേച്ചറും അതിന് ശേഷമായിരിക്കും CNGയിലോട്ട് മാറുക. ഓരോ സ്റ്റാർട്ടിലും ഇങ്ങനെ തന്നെയായിരിക്കും പ്രൊസീജിയർ. അടുത്തത് നമുക്ക് CNGയുടെ ഫില്ലിങ്ങിലേക്ക് വരാം. അതായത് ഫില്ലിങ് നടക്കുന്നത് വണ്ടിയുടെ ബോണറ്റിൻ്റെ അകത്തായിരിക്കും. അപ്പം ബോണറ്റ് സെക്ഷനിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ബേസിക്കായിട്ട് വണ്ടിയുടെ ഇഞ്ചക്ടർ, ഇതേപോലെ തന്നെ ഫില്ലിംഗ് വാൾവ്, പിന്നെ ഇത് അതിൻ്റെ CKP, അതായത് ടൈമിംഗ് അഡ്വാൻസർ, പവർ ബൂസ്റ്റർ അങ്ങനെ പറയും. പിന്നെ അതേപോലെ തന്നെ അടിയിൽ ഇതിൻ്റെ റെഡ്യൂസർ വരുന്നുണ്ട്. അപ്പം ഫില്ല് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഈ CNG ഫില്ലിംഗ് വാൾവ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഓപ്പൺ ക്ലോസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഫില്ല് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇത് ഓപ്പൺ തന്നെ ആയിരിക്കണം. പിന്നെ ഫില്ലിങ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം അവർ ഓപ്പൺ ചെയ്യും. CNG പമ്പിലെ ആൾക്കാർ അവരുടെ എക്യുപ്മെൻറ്റ് വെച്ച് ഇതിലോട്ട് പ്രസ് ചെയ്തിട്ട് ഫില്ല് ചെയ്യും. ഫില്ല് ചെയ്തതിന് ശേഷം ഊരിയതുപോലെ തന്നെ ഇവരത് അങ്ങോട്ട് അടച്ചു വെക്കും. ഇങ്ങനെയാണ് അപ്പം ഇവിടുത്തെ ഫില്ലിങ് നടക്കുക. അടുത്തത് നിങ്ങൾക്ക് CNG സിലിണ്ടർ വാൾവ് പരിചയപ്പെടുത്തി തരാം. CNG സിലിണ്ടർ വാൾവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അതായത് നമ്മുടെ സിലിണ്ടറിനോട് അടുത്ത് തന്നെ ഇരിക്കും. ഇതിൽ തന്നെ ഓപ്പൺ ക്ലോസ് എന്ന് കാണും. നേരത്തെ മറ്റേത് കണ്ടതുപോലെ തന്നെ, ഫില്ലിംഗ് വാൾവിൽ കണ്ടതുപോലെ തന്നെ കണ്ടോ? ഓപ്പൺ ക്ലോസ് ആരോ കാണിച്ചിട്ടുണ്ട്. അപ്പം ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട്, ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട്. അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഓപ്പണും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ക്ലോസും. അപ്പം നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത്, അതായത് ഗ്യാസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇത് ഓപ്പൺ കണ്ടീഷൻ ആയിരിക്കണം. മുമ്പിലത്തെ ഫില്ലിംഗ് വാൾവ് ഓപ്പൺ കണ്ടീഷനിലായിരിക്കണം. പിന്നെ ലീക്ക് കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ, അതായത് ഇപ്പം നിങ്ങൾ വണ്ടി ഇവിടുന്ന് കൊണ്ടുപോയി ഇതിന് ശേഷം നമ്മുടെ ഇപ്പം എന്തെങ്കിലും സൗണ്ട്, ഗ്യാസ് ലീക്ക് ചെയ്യുന്ന പോലത്തെ സൗണ്ടോ സ്മെല്ലോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ പാനിക് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഈ ഒരു വാൾവ് ഈ ഇൻസ്ട്രക്ഷൻ പ്രകാരം ഫുള്ളായിട്ട് ക്ലോസ് ചെയ്താൽ മതി. വേറെ ഒരു പോയിന്റിൽ നിന്നും ലീക്കേജ് വരില്ല. അപ്പോൾ ബേസിക് ഫിറ്റിങ്ങിൽ ഇതൊക്കെയാണ് ആഫ്റ്റർ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളായിട്ടൊക്കെ വരുന്നത്. ഇതിന് ശേഷം നിങ്ങൾക്ക് അടുത്തൊരു 10 ദിവസത്തേക്ക് കൊച്ചു മിസ്സിങ്ങോ ജെർക്കിങ്ങോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും വരുവാണെങ്കിൽ അധികം മൈൻഡ് കൊടുക്കണ്ട. എല്ലാം കൂടെ ചേർത്തൊരു 10 ദിവസത്തിന് ശേഷം ഗാരാജിൽ വന്ന് റിപ്പോർട്ട് ചെയ്താൽ മതി. പക്ഷേ എക്സ്ട്രീം കേസസ്, അതായത് ലീക്കേജ്,
പിന്നെ വണ്ടി അനങ്ങുന്നേ ഇല്ല, അതായത് വണ്ടി സ്റ്റാർട്ടാവുന്നില്ല, പിന്നെ വണ്ടി ഓടിക്കാൻ പറ്റിയൊരു കണ്ടീഷനിലേ അല്ല, അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ മാത്രം 8943309999 എന്ന നമ്പറിൽ വിളിച്ചിട്ട് അടുത്ത ദിവസത്തേക്ക് തന്നെ സർവീസ് ബുക്ക് ചെയ്തോളൂ, വന്നോളൂ.